മെറ്റലിനെ ഗോൾഡാക്കി മാറ്റാൻ സ്വപ്നം കണ്ടിരുന്ന ആൽക്കെമിസ്റ്റുകളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടില്ലേ? അതായത് മനുഷ്യന് എന്നും ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു ഒബ്സഷൻ ആണ് അല്ലെ. പ്രത്യേകിച്ച് അത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ അതൊരു ഇമോഷണൽ ആൻഡ് കൾച്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഫാമിലീസിന്റെ കൈവശമുള്ളത് ഒരു 30,000 to 35,000 ടൺസ് ഓഫ് ഗോൾഡ് ആണ്. അതായത് ഒരു ലോകത്തിലെ ടോപ്പ് 10 സെൻട്രൽ ബാങ്ക്സ് എടുത്താൽ അവരുടെ ഗോൾഡ് റിസർവിനേക്കാൾ കൂടുതൽ. ഇതിന്റെ വാല്യുവേഷൻ എത്രയാണെന്നറിയോ? അതായത് ഇന്ത്യൻ ഫാമിലീസിന്റെ ഗോൾഡ് കൈവശമുള്ള ഒരു ഗോൾഡിന്റെ വാല്യുവേഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു $5 trillion വാല്യൂ വരുന്നതാണ് പറയുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ GDP പ്രൊജക്ട് ചെയ്തത് $4.125 trillion ആണ്. സോ ഇന്ത്യൻ GDPയേക്കാൾ കൂടുതലാണ് ഇന്ത്യൻ ഫാമിലീസിന്റെ കൈവശമുള്ള ഗോൾഡിന്റെ വാല്യുവേഷൻ. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഗോൾഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എത്ര പറഞ്ഞാലും ഈ ഗോൾഡ് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാൻ ഇപ്പോഴും എല്ലാവർക്കും പേടിയാണ്. ബിക്കോസ് അതിന് അതിന്റേതായ അസോസിയേറ്റഡ് റിസ്ക് ഉണ്ട്, ലോസ്, തെഫ്റ്റ്, ഡാമേജ്. അതുപോലെ നമ്മൾ ഓർണമെന്റ്സ് വാങ്ങുമ്പോൾ അതിന്റെ മേക്കിംഗ് ചാർജ്. സോ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ റീസെന്റ് EDR ഇൻട്രൊഡ്യൂസ് ചെയ്തത്. EDR മീൻസ് ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ്. ദാറ്റ് ഈസ് ദ ഡിജിറ്റൽ സെക്യൂരിറ്റീസ് ബാക്ക്ഡ് ബൈ ഫിസിക്കൽ ഗോൾഡ്. നിങ്ങൾ ജസ്റ്റ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്ന പോലെ ഇത് സേഫ് ആയിട്ട് സെബി റെഗുലേറ്റഡ് വാൾട്ടിലായിരിക്കും കീപ്പ് ചെയ്യുക. അതായത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. പകരം നിങ്ങൾക്ക് ഡിജിറ്റൽ റെസീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. ഈ ഡിജിറ്റൽ റെസീറ്റ് യു ക്യാൻ ട്രേഡ് ഇൻ യുവർ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾസോ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഷെയർസ് എങ്ങനെയാണോ വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റെസീറ്റ് അവിടെ ട്രേഡ് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു റെസീറ്റ് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ഫിസിക്കൽ ഗോൾഡായി മാറ്റുകയും ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് അല്ലേ?